കുട്ടികൾക്കൊപ്പം മുംബൈയിലേക്ക് യാത്ര ചെയ്ത റഹീമിനെ ഇന്നു രാവിലെയോടെ തിരൂരിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു. താനൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ യുവാവിനെ വിശദമായി ചോദ്യം ചെയ്ത് വൈകിട്ടോടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ, മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പിന്തുടരൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് കുട്ടികൾക്ക് പണം കിട്ടിയത്, മുംബൈയിൽ കുട്ടികൾ പോകാനുള്ള കാരണമെന്താണെന്നുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് ഇനി പോലീസിന്റെ ശ്രമം. കുട്ടികൾ മുംബൈയിലേക്ക് കടന്നെന്ന് കണ്ടെത്തിയത് റഹീമിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് പരീക്ഷയ്ക്കെന്ന് പറഞ്ഞ് വീട് വിട്ടിറങ്ങിയ വിദ്യാർത്ഥിനികളെ കാണാതാവുകയായിരുന്നു. CCTV ദൃശ്യങ്ങളും ടവർ ലൊക്കേഷനും ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടികൾ മുംബൈയിലേക്ക് കടന്നെന്ന് കണ്ടെത്തിയത്. അവിടെ നിന്ന് ചെന്നൈ എഗ്മോർ എക്സ്പ്രസിൽ യാത്ര ചെയ്യുമ്പോഴാണ് പൂനെയ്ക്കടുത്ത് ലോണേവാലയിൽ വെച്ച് കുട്ടികളെ RPF കണ്ടെത്തിയത്. ഇന്ന് 12 മണിയോടെ തിരൂരിലെത്തിച്ച കുട്ടികളുടെ മൊഴി പോലീസും CWCയും രേഖപ്പെടുത്തി. പെൺകുട്ടികൾ മുംബൈയിലെ ബ്യൂട്ടി പാർലറിലെത്തിയത് യാദൃശ്ചികമെന്നും അതിൽ നിലവിൽ ദുരൂഹതയില്ലെന്നുമാണ് പോലീസ് പറയുന്നത്. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.